ഹലോ, പുതിയൊരു ഗാർഡനിങ് വീഡിയോ ആണ്. ഇന്ന് ഞാനൊരു വീഡിയോയിൽ പറയാൻ പോകുന്നത് എൻ്റെ തക്കാളി കൃഷിയുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. ഇത് കണ്ടോ, ഇതിൻ്റെ സൈസ് നല്ല വലിപ്പമുള്ളൊരു തക്കാളിയാണ് കേട്ടോ. ജർമ്മനിയിലൊക്കെ കിട്ടുന്ന അത്രയും തന്നെ സൈസിൽ തന്നെ ഈ തക്കാളി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം വെച്ചപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതിനെ കുറിച്ചാണ്. ഇത് കഴിഞ്ഞ വർഷം വെച്ച തക്കാളിയാണ്. ഇതിനധികം വണ്ണവും ഇല്ല, അതുപോലെ തന്നെ തക്കാളിക്ക് അധികം വലിപ്പവും ഒന്നും വെച്ചിട്ടും ഇല്ലായിരുന്നു. കാരണം ഇതിനിട്ട വളത്തിൻ്റെ പ്രശ്നങ്ങളും അതുപോലെ മണ്ണിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ കാരണമായിരുന്നു. ഞാനിതൊക്കെ വീട്ടിൽ കാണിച്ചു കൊടുത്തപ്പോൾ വീട്ടിൽ നിന്നും എനിക്ക് പേരൻസും പറഞ്ഞു തന്നു എന്താണ് എനിക്ക് പറ്റിയ അബദ്ധങ്ങളെന്നും. അതുപോലെ ഇവിടെ ഉള്ള ഫ്രണ്ട്സിനോടും ചോദിച്ചപ്പോഴും അവരും പറഞ്ഞു തന്നു ഇതൊക്കെയാണ് ഇതിന് പറ്റിയ അബദ്ധങ്ങൾ. അപ്പം ഞാൻ ഈ വർഷം അതൊക്കെ നികത്തി ചെയ്തപ്പോഴാണ് എനിക്ക് നല്ല വലിപ്പമുള്ള തക്കാളി എനിക്ക് കിട്ടിയത്. നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ, ഇതിൽ ഫോട്ടോയിൽ കാണാം, എൻ്റെ കയ്യിൽ ഇതിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ സൈസ് എന്തുമാത്രം ചെറുതാണ്. കൂടി വന്ന് നമ്മുടെ നാട്ടിലെ സപ്പോർട്ടയുടെ ഒക്കെ വലിപ്പം എനിക്ക് ഉണ്ടാക്കിയിട്ടിട്ടുള്ളൂ. ഈ വർഷം നട്ട തക്കാളികളാട്ടോ. ആ സെയിം പോട്ടിൽ തന്നെയാണ് ഞാൻ നട്ടതും. അതിൻ്റെ കമ്പിൻ്റെ വലിപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്തോരം ഹെൽത്തി ആയിട്ടാണ് ഈ തക്കാളി ചെടികളൊക്കെ കിളിച്ച് വന്നേക്കുന്നതെന്നും അതിലെന്തുമാത്രം തക്കാളികൾ ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ഈ വർഷം ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചാണ് ഒരു ഡീറ്റെയിൽഡ് വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഫസ്റ്റായിട്ട് നമ്മൾ വേണ്ടതെന്ന് പറയുന്നത് തക്കാളിക്ക് നല്ല മണ്ണ് വേണം. അത് പോട്ടിൽ വെച്ചാൽ അതനുസരിച്ച് നമ്മൾ നല്ല വലിപ്പമുള്ളൊരു പോട്ട് എടുക്കണം. കാരണം ഇതിന് നല്ല വേര് നന്നായിട്ട് താഴോട്ട് ഇറങ്ങുന്നതാണ്. കഴിഞ്ഞ വർഷം ഞാൻ ഈ പോട്ടിൽ പകുതിയിൽ കുറവേ ഉള്ളായിരുന്നു മണ്ണ് നിറച്ചത്. അതുകൊണ്ടാണ് എൻ്റെ തക്കാളി ഒരുമാതിരി ശുഷ്കിച്ചിരുന്നതും ചെടികളും മുകളോട്ട് വളർന്നു വരാതിരുന്നതും. ഇത് വളർന്നു വരുന്നതനുസരിച്ച് നമ്മളിതിനൊരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും കമ്പോ അതോ ഇതിൽ കാണുന്ന പോലുള്ള സ്റ്റിക്കുകൾ നമ്മൾ കടയിൽ വാങ്ങാൻ കിട്ടും. പിന്നെ എൻ്റെ അനുഭവം കൊണ്ട് പറയുവാണെങ്കിൽ ഈ ഗ്രീൻ സ്റ്റിക്ക് ഉണ്ടല്ലോ, ഇത് നല്ല യൂസ്ഫുള്ളാണ്, നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുകയും ചെയ്യും. പക്ഷേ ആ സിൽവർ സ്റ്റിക്ക് അത്ര പോരാ കേട്ടോ, മെറ്റലിൻ്റെ സാധനം അത്ര പോരാ. അത് താഴോട്ട് ഇറക്കി കുത്തി വെക്കാനും കുറച്ച് പ്രയാസമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾ മേടിക്കുവാണെങ്കിൽ ഇതുപോലുള്ള ഗ്രീൻ സ്റ്റിക്ക് ഇവിടെ കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള എന്തെങ്കിലും മരത്തിൻ്റെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പാലും കുത്തി വെച്ചാൽ മതി. അപ്പോൾ ഇതിന് നല്ല സപ്പോർട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ വെയിറ്റ്, തക്കാളി ഇതിൻ്റെ അടുത്ത് ഉണ്ടാവുന്നതനുസരിച്ച്, വെയിറ്റ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ചെടി ഒന്നെങ്കിൽ ചരിഞ്ഞു പോകാനോ തക്കാളിയുടെ വെയിറ്റ് കാരണം അത് ഒടിഞ്ഞു പോകാനോ സാധ്യതയുണ്ട്. പിന്നെ നല്ല കാറ്റും മഴയും ഉള്ള സമയത്ത് കുറച്ചും കൂടെ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. കാരണം ഇവിടെയൊക്കെ നല്ല ഇപ്പോൾ കാറ്റും മഴയും ഉണ്ടാകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് ഒരുപാട് ഇങ്ങനെ ചരിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഞാനതിനെ കെട്ടിവെക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണാം, ഇത് നല്ല ഉയരത്തിൽ വെച്ചിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 165 സെൻറ്റിമീറ്ററിൽ പൊക്കത്തിൽ കൂടുതൽ ഈ ചെടിക്കുണ്ട്. കാരണം ഇപ്പോൾ മുകളിൽ തന്നെ നന്നായിട്ട് നല്ല പൂക്കളൊക്കെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ മണ്ണാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യം. ഞാൻ പോട്ടിൽ വെച്ചത് അത്യാവശ്യം നല്ല വലിപ്പവും വെച്ചിട്ടുണ്ട്. ഞാൻ മണ്ണിൽ ഡയറക്റ്റ് വെച്ചതിനാണ് ഏറ്റവും നല്ല വലിപ്പമുള്ള തക്കാളികൾ ഉണ്ടായതും ഒരുപാട് തക്കാളികൾ ഒരു ചെടിയിൽ തന്നെ ഉണ്ടായതും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫെർട്ടിലൈസർ നല്ല രീതിയിൽ ഇതിന് കൊടുക്കണം. ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യങ്ങളിൽ നമ്മളിതിനെ ഫെർട്ടിലൈസ് ചെയ്യണം. ഫെർട്ടിലൈസ് ചെയ്യുന്ന അനുസരിച്ചാണ് ഇത് ചെടി വളരാനുള്ളതും അതുപോലെ തക്കാളികൾക്ക് വലിപ്പം വെക്കുന്നതും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മുട്ടത്തോട് പൊടിച്ചതാണേ. മുട്ടത്തോട് നമ്മുടെ എല്ലാവരും വീട്ടിൽ മുട്ട ഉപയോഗിക്കുന്നവരായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ കൂടുതലും പച്ച മുട്ടയുടെയാണ് എടുക്കുന്നത്. പുഴുങ്ങിയ മുട്ടയുടെ തോട് എടുക്കാറില്ല. അത് നന്നായിട്ട് കഴുകി അതിനെ ഉണക്കിയെടുത്ത് പൊടിച്ച് ഞാൻ ഈ 2 ആഴ്ച കഴിയുമ്പം ഇതിൻ്റെ ഇടയിൽ ഞാൻ അതിനെ പൊടിച്ച് അതിൻ്റെ ഇടയിലിടും. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. എല്ലാ 2 ആഴ്ച കൂടുമ്പോഴല്ലോ ഒരാഴ്ച കഴിയുമ്പോഴും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു മാസത്തിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും ഇട്ട് കൊടുത്താൽ മാത്രം മതി. കാരണം കാൽഷ്യം ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നാലാമത്തതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങൾ ഇതുപോലൊരു വെക്കേഷന് പോയിട്ട് വന്നപ്പോഴത്തേക്ക് വെള്ളം ഒഴിക്കാൻ 2 ദിവസം നമ്മൾ വീട്ടിലില്ലാത്തത് കൊണ്ട് ഈ ചെടി ഒരുമാതിരി വാടി നിൽക്കുകയും തക്കാളികൾ ഒരുമാതിരി ചുങ്ങി നിൽക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഈ കാണുന്നതാണ് ഞാനിവിടെ ഉപയോഗിക്കുന്ന വളം കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ വന്ന് വാങ്ങിയതാണ്. ഇത് നല്ല യൂസ്ഫുൾ ആട്ടോ. ഇതെല്ലാ ചെടികൾക്കും നമുക്ക് എല്ലാ ചെടികൾക്കും നമുക്ക് പച്ചക്കറികൾക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് ആമസോണിലും കിട്ടും, അല്ലാതെ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. പിന്നെ വെള്ളം ഒഴിക്കുന്നതിന് നമ്മൾ രാവിലെയാണ് ഒഴിക്കുന്നതെങ്കിൽ സ്ഥിരമായിട്ട് രാവിലെ ഒഴിക്കാൻ നോക്കുക. അല്ലെ വൈകുന്നേരങ്ങളിലാണ് നിങ്ങൾക്ക് ഒഴിക്കാൻ സമയം കിട്ടുന്നെങ്കിൽ വൈകുന്നേരം ഒഴിക്കാൻ ശ്രമിക്കുക. കാരണം വെള്ളവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചെടികൾക്ക് എല്ലാത്തിനും.
പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് തക്കാളികൾക്ക് ചെറിയ കീടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതനുസരിച്ച് വല്ല നീം ഓയിലൊക്കെ വാങ്ങി നിങ്ങൾ അതിന് ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്യുന്നതും എന്തെങ്കിലും അതിൻ്റെ അകത്ത് കീടങ്ങൾ കയറുവാണെങ്കിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഉണങ്ങിയ ഇലകളൊക്കെ നമ്മൾ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതെല്ലാം അപ്പം തന്നെ കട്ട് ചെയ്ത് മാറ്റുന്നതും ഇതിന് ഒരുപാട് ഗുണം ചെയ്യും. കാരണം ഈ ഉണങ്ങിയ ഇലകളും അതിൻ്റെ അകത്ത് താഴെ വീണ് വല്ലതും കിടക്കുകയാണെങ്കിൽ ഫംഗസ് ഒക്കെ ഉണ്ടായി ചെടി നശിക്കാനും സാധ്യതയുണ്ട്. പിന്നെ വെയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തക്കാളി ചെടി വെക്കുന്നത് നിങ്ങൾ നോക്കി വെക്കണം. വെയിൽ നന്നായിട്ട് കിട്ടുന്ന സ്ഥലത്ത് വേണം തക്കാളി ചെടികൾ നടാൻ വേണ്ടി. ഇതിന് വെയിലുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് കിളിച്ച് നല്ല ഹെൽത്തി ആയിട്ടതും വരത്തുള്ളൂ. അതനുസരിച്ചുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു തക്കാളികളും അതിൻ്റെ അകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ വേണ്ട ഇതുപോലൊരു ടൈ യൂസ് ചെയ്തിട്ടാണ് ഇതെല്ലാം ഷോപ്പിലൊക്കെ കിട്ടാനുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ചെറിയ ടോയിനോ എന്തെങ്കിലും ഒരു ചെറിയ ചരടോ യൂസ് ചെയ്ത് കെട്ടി നമുക്ക് കമ്പൽ നിർത്താൻ പറ്റും. ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും കൃഷി ചെയ്യാം കേട്ടോ. 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി മെയിനായിട്ടും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടുന്ന സ്ഥലത്താണോ നിങ്ങൾ ഈ ചെടികൾ വെച്ചേക്കുന്നതെന്നും, രണ്ടാമത്തെ കാര്യം നിങ്ങൾ വെക്കുന്ന പോട്ടിൽ നല്ല ഡ്രെയിനേജ് ഹോൾ ഉണ്ടോയെന്നും കൂടെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഡ്രെയിനേജ് ഹോൾ ചെറുതാണെങ്കിൽ വെള്ളം അതിൽ കെട്ടിക്കിടന്ന് ചെടി നശിച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 2 കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കൃഷി ചെയ്യാം കേട്ടോ. ഇതാണ് തക്കാളി ചെടിയിലെ വേറൊരു പ്രശ്നം. ഈ കാണുന്നതിൻ്റെ പേരാണ് സക്കർ എന്ന് പറയുന്നത്. ഇതെല്ലാ തക്കാളി ചെടിയും വളരുന്നതനുസരിച്ച് ഈ സക്കർ കാണും. ഇത് കാണുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ തക്കാളിയുടെ മെയിൻ സ്റ്റെമ്മിൽ നിന്നും അതുപോലെ അതിൻ്റെ ബ്രാഞ്ച് പോകുന്നതിൻ്റെ ഇടയിലായിട്ടായിരിക്കും ഈ സക്കർ കാണുന്നത്. ഈ സക്കർ എന്താ ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ ഈ സക്കർ നമ്മൾ തക്കാളിക്ക് കൊടുക്കുന്ന വളവും വെള്ളവും എല്ലാം വലിച്ചെടുത്ത് നമ്മുടെ തക്കാളി ചെടി മുരടിച്ചു പോകാനും തക്കാളിക്ക് അധികം വലിപ്പം വെക്കാതെയൊക്കെ ഇരിക്കും. അപ്പോൾ ഇത് കണ്ട ഉടനെ തന്നെ നിങ്ങളത് പിച്ചിയോ പറിച്ചോ മാറ്റുക. അതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം. വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം ഇതിൻ്റെ ഒരു 3ാമത്തെ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ എനിക്ക് കമൻ്റായിട്ടും കൂടെ പറഞ്ഞു തരണേ. താങ്ക് യു.